അപ്പോൾ ഇത്തരത്തിലുള്ള വിരോധം തീർക്കൽ അവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീക്കുള്ളതുപോലെ തന്നെയുള്ള അവകാശങ്ങളും അല്ലെങ്കിൽ മാനവും ഒക്കെ പുരുഷനുമുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു ഷാഫി പറമ്പിൽ, അദ്ദേഹത്തെക്കുറിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എത്ര മോശമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഷാഫി പറമ്പിൽ എന്നല്ല, ആർക്കുമെതിരെയും അങ്ങനെ പറയാൻ പാടില്ല. ഷാഫി പറമ്പിൽ അത്രക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും തെളിവ് സഹിതം പുറത്ത് വിട്ട് അയാളെ നിയമപരമായി ജയിലിലടയ്ക്കട്ടെ. അതിന് പകരം മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇത്തരം തരംതാന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രസ്താവനകൾ കൊടുത്തുകൊണ്ട് ആളുകളെ പൊതുസമൂഹത്തിൽ എന്താ പറയുക, സംശയത്തിന് നിഴൽ നിർത്തുന്ന ഈ നെറികെട്ട രാഷ്ട്രീയം കേരളത്തിൽ അവസാനിപ്പിക്കണം. ഇതിനെതിരെ പ്രതികരിക്കണം. നമുക്കറിയാം, സ്വാഭാവികമായും ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കറിയാം ആർക്കെങ്കിലും ഇതിന് ആക്ഷേപം വന്നാൽ ആ ആരോപണം ഉന്നയിക്കുന്ന അയാൾ കുറ്റക്കാരനാണോ എന്ന് തെളിയിക്കപ്പെടുന്നതിന് മുമ്പേ അയാളെ കുറ്റവിചാരണ ചെയ്ത് അയാളുടെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ അയാളുടെ കുടുംബജീവിതം പോലും തകർക്കുന്ന ഈ പ്രവണത കേരളത്തിൽ നമുക്ക് അംഗീകരിക്കാനാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം നമ്മൾ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുണ്ടോ എന്ന് ചോദിച്ച് നടക്കേണ്ട ഗതികേടുണ്ടായി. എന്നിട്ടും പരാതിയുമില്ല, ഒന്നും കേസുമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഷൈൻ ടീച്ചറെ സംബന്ധിച്ച്. അവരെ സംബന്ധിച്ച് നമുക്കാർക്കും പറയേണ്ടതല്ല, അവിടെ പരാതിക്കാരിയില്ല, പിന്നെ ആരോ എന്തോ പറഞ്ഞു എന്നുള്ളതാണ്. അതിങ്ങനെ ആളുകൾ സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ അതൊക്കെ ഏറ്റുപിടിക്കും. അപ്പോൾ പരാതിയില്ലാത്തതുകൊണ്ടും അവർക്കെതിരെ ആർക്കും ഒന്നും പറയേണ്ട കാര്യമില്ല. അതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരാൾക്കുണ്ടായാലും ഇതുതന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷക്കാരുടെയൊക്കെ വലിയ ദീനരോധനം അല്ലെങ്കിൽ ചില ആളുകളുടെയൊക്കെ സങ്കടം പറിച്ചിട്ട് കേട്ടാൽ ഇവിടെ മറ്റാരെയും അധിക്ഷേപിച്ചിട്ടില്ല. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബത്തെ, മക്കളെ എത്രയോ ഏറെ അധിക്ഷേപിച്ചു. ആരെങ്കിലും അല്ലെങ്കിൽ ഒരു കേസെടുത്തോ? അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല, അവർക്ക് ആരെയും അധിക്ഷേപിക്കാം. മറുപക്ഷത്ത് നിന്ന് ആരെക്കുറിച്ചെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് വലിയ സ്ത്രീ അധിക്ഷേപമാണ്. ഇന്ന് നമ്മുടെ ഷൈൻ ടീച്ചർ വളരെ നല്ല ഒരു സ്ത്രീയാണ്. എനിക്ക് അവരെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. ഏതായാലും അവരെ അങ്ങ് വലിയ ഒരു പരിശുദ്ധയായി ഈ ചിത്രീകരിക്കാനുള്ള ശ്രമം അവരുടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. അവർ പരിശുദ്ധയല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് മറുപക്ഷത്ത് നിൽക്കുന്നത്. അത് BJP-യിൽപ്പെട്ടവരാകട്ടെ, LDF-യിൽപ്പെട്ടവരാകട്ടെ, അല്ലെ UDF-യിൽപ്പെട്ടവരാകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമാകട്ടെ, അവരും സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്കും ഈ പരിഗണനയൊക്കെ കൊടുക്കാൻ തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്